സമ്മതിച്ചു? കർമ്മനൈഷ്കർമ്മ്യ നിർബന്ധ ഭാവാദേഹസ്ഥയോഗിനഃ സംയോഗായോഗവിരഹാത് അഹമാസേ യഥാസുഖം. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ 3 ആയിരിക്കും അല്ലേ? തിരുത്തുമൊന്നും വേണ്ട, 3ഉം 4ഉമായിട്ട് മാറിക്കിടന്നാലും വലിയ തെറ്റൊന്നുമില്ല. ഇതൊക്കെ ആ പുസ്തകം പ്രിൻ്റ് ചെയ്യുമ്പോൾ പല പാഠഭേദങ്ങൾ വരുന്നതാണ്. മഹാഭാരതം നമ്മൾ അവലംബിക്കുന്നത് ഭണ്ഡാർക്കറുടെ പുസ്തകമാണ്. ഭണ്ഡാർക്കറുടെ പുസ്തകത്തെ അവലംബിച്ച് അഷ്ടാവക്ര സംഹിത വരുമ്പോഴാണ് ഈ ഓർഡർ കാണുന്നത്. മലേഷ്യ മുതലായ സ്ഥലങ്ങളിൽ മഹാഭാരതം കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇത് കയ്യെഴുത്തായി സൂക്ഷിക്കുന്നതാകുമ്പോൾ ഒരു ശ്ലോകം അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒക്കെ എഴുതുമ്പോഴൊക്കെ മാറിപ്പോകാം. അല്ലാതെ ഇതൊന്നും ഓർഡറിൽ അഷ്ടാവക്രനിൽ നിന്ന് കേൾക്കുമ്പം നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന പോലെ എടുത്ത് കൃത്യമായിട്ട് കമ്പ്യൂട്ടറിൽ എടുത്തതൊന്നുമല്ല. ഇതൊരു ഗുരുവും ശിഷ്യനും തമ്മിൽ അന്ന് പാരസ്പര്യം കൊണ്ട് പറഞ്ഞു കൊടുത്ത അന്നത്തെ കാലത്തുള്ളതാണ്. അത് പിന്നീട് അവർ ഓർത്തു വെക്കാൻ വേണ്ടി എവിടെയെങ്കിലും എഴുതി വെച്ചു. ചിലപ്പോൾ ഓർമ്മയെന്ന് 10 കൊല്ലം കഴിഞ്ഞൊരു ശിഷ്യൻ എഴുതി. അങ്ങനെയൊക്കെ പരമ്പരയാണ്. അഷ്ടാവക്രൻ ജനകന് പറഞ്ഞു കൊടുത്തു. ജനകൻ്റെ സദസ്സിലിരുന്ന ഒരാൾ ചിലപ്പോൾ അത് അയക്കന്ന് പഠിക്കാൻ പറ്റിയില്ല, പിള്ളേർ പഠിക്കുന്നത് പഠിച്ചോട്ടെ, ഇവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ച് ടൈപ്പ് ചെയ്തെടുത്താൽ നിങ്ങളിൽ ചിലരെടുക്കുന്ന പോലെ. എനിക്കോ ഇത് മനസ്സിലാവില്ല, സ്വാമിയുടെ ഈ വാക്കൊന്നും പോകണ്ട, മനസ്സിലായില്ലേ? അന്ന് വേറെ സ്വാമി വരുമെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. കാതുകുത്തിയവൻ പോയാൽ കടുക്കനിട്ടവനേ വരൂ. ഇക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഇതൊന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് ഞാൻ ഇന്നുവരെ വിശ്വസിച്ചിട്ടില്ല. ഈ പാരമ്പര്യത്തെക്കുറിച്ച് വളരെ ശക്തമായ ഒരു അവബോധത്തോടെ ഇത് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വഴിയും വെളിച്ചവുമാണ്, ഞാൻ അവസാനത്തതാണ്, ഇത് മുഴുവൻ എന്നിൽ നിന്ന് പഠിച്ചുകൊള്ളുക, എന്നിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്കിതെല്ലാം നഷ്ടമാകാൻ പോകുന്നു, അങ്ങനൊരു തോന്നലേ ഇല്ല. ഈ വാക്കുകൾ അത്രയും എൻ്റെ പാരമ്പര്യത്തിൻ്റെ ആണെങ്കിൽ ആ വാക്കുകൾ ആകാശങ്ങളിൽ രൂപങ്ങളും ഭാവങ്ങളുമായി തീരുമ്പോൾ ആ ആകാശം പരിണമിച്ച് വായുവാകുമെങ്കിൽ, ആ വായു അഗ്നിയായിത്തീരുമെങ്കിൽ, ആ അഗ്നി ജലമായിത്തീരുമെങ്കിൽ, ആ ജലീയ സ്രോതസ്സുകൾ 1000 ഗർഭങ്ങളിൽ പതിക്കുമ്പോൾ അത് ബീജങ്ങളായിത്തീരുമെങ്കിൽ, ആ പർജന്യനിൽ നിന്ന് 1000 ഉണ്ടാകുന്നത് ഈ കാതുകുത്തിയവർ കടന്നുപോയാൽ കടുക്കനിട്ടവന്മാരായിരിക്കും. ഇതേക്കുറിച്ച് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. ഞങ്ങളുടെ പാരമ്പര്യ പ്രതിഷ്ഠയുടെ അറിവിനെക്കുറിച്ച് അല്പം പോലും ശങ്കയില്ലാതെയാണ് ഞങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. മനസ്സിലായോ എന്നറിയില്ല. തിരിച്ചത് എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, നാളെ ആർക്കും ഇത് കിട്ടില്ല എന്നാണെങ്കിൽ ഈ കിട്ടിയ സാധനത്തെക്കാൾ വിഡ്ഢിത്തം ലോകത്ത് വേറെയില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യാം. ഈ കാര്യത്തിലൊന്നും തെല്ലും ശങ്കയില്ല. പിന്നെ നിങ്ങളുടെ ഒരു സുഖത്തിനും സൗകര്യത്തിനും ഒക്കെ ഒരു പണി എന്നുള്ള നിലയിൽ ചെയ്യുന്നതിന് വിരോധമില്ല. പറഞ്ഞത് അതിൻ്റെ തലത്തിൽ മനസ്സിലായോ എന്നറിയില്ല. അത്രേ ഉള്ളൂ ഈ കാര്യം. ഏതാണ്ട് മനസ്സിലായെന്ന് തോന്നുന്നു. വെരി ഗുഡ്. അപ്പോൾ കർമ്മ നൈഷ്കർമ്മ്യ നിർബന്ധ ഭാവാദേഹസ്ഥയോഗിനഃ സംയോഗായോഗവിരഹാത് അഹമാസേ യഥാസുഖം. ദേഹസ്ഥയോഗിനഃ കർമ്മനൈഷ്കർമ്മ്യബന്ധനാഃ ഭവന്തി അഹം സംയോഗായോഗവിരഹാത് യഥാസുഖമാസേ. ദേഹസ്ഥയോഗിനഃ ശരീരാദി മനയുക്തനായ യോഗിക്ക് കർമ്മനൈഷ്കർമ്മ്യബന്ധനാഃ കർമ്മകരണം, കർമ്മത്യാഗം എന്നിവയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ശരീര അഭിമാനയുക്തനായ യോഗിക്ക്, ശരീരമുണ്ട് എന്ന് അഭിമാനിക്കുന്ന ഒരുവന് കർമ്മമുണ്ട്, നൈഷ്കർമ്മ്യവുമുണ്ട്. കർമ്മമുണ്ട്,
നൈഷ്കർമ്മ്യവുമുണ്ട്. ആരുടെ കാര്യത്തിലാണ്? ദേഹാഭിമാനിയുടെ കാര്യത്തിൽ. ദേഹവദ്ഭിരവാപ്യതേ എന്ന് ഗീതയിൽ കാണുന്ന ഒരു ശ്ലോകമുണ്ട്. തുടക്കം ഞാൻ ഓർക്കുന്നില്ല. തുടക്കം ഓർക്കുന്നുണ്ടോ? 2-ാം അധ്യായമാണെന്ന് തോന്നുന്നു. ഇവിടെ ദേഹാഭിമാനിയുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ ഇവിടെയും ദേഹാഭിമാനിയുടെ കാര്യമാണ് പറയുന്നത്. ദേഹാഭിമാനിക്ക് ദേഹം എൻ്റെയാണെന്ന് അറിവ് വന്നു. അതുകൊണ്ടൊക്കെ ഈ വേദങ്ങളൊക്കെ കുട്ടിക്കാലത്ത് പഠിപ്പിക്കുന്നതെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞു. അറിവും അഭിമാനവും പുരുഷാപരാധം കൊണ്ട് ഉറച്ചിട്ട് അത് സത്യമാണെന്ന് ഉറച്ചു നിന്നുകൊണ്ട് ആണ് ചിന്തിക്കുന്നതെങ്കിൽ അവിടെ ദേഹം എൻ്റെയാണ്. ഇനി കർമ്മം എൻ്റെയാണ്, കർമ്മം ഉണ്ട്, നൈഷ്കർമ്മ്യം വേണം. ആ ബോധം വരാത്തവന് കർമ്മവുമില്ല, നൈഷ്കർമ്മ്യവുമില്ല. അപ്പം ശരീരാഭിമാനയുക്തനായ യോഗിക്ക് കർമ്മകരണവും കർമ്മത്യാഗവും എന്ന 2 ബന്ധങ്ങളുണ്ട്, മറ്റവനില്ല. അപ്പം കർമ്മ നൈഷ്കർമ്മ്യ ബന്ധനാഹ ഭവന്തി. കർമ്മത്തിലും നൈഷ്കർമ്മ്യത്തിലും കർമ്മത്യാഗത്തിലും ബന്ധങ്ങൾ ഉണ്ടാകുന്നു. 2ഉം ബന്ധമാണ്. കർമ്മത്തോട് ബന്ധമുള്ളവൻ, കർമ്മത്യാഗത്തിൽ ബന്ധം പുലർത്തുന്നവൻ. ബന്ധമാ പ്രശ്നം, കർമ്മമല്ല. അവിടെയുള്ള ദുഃഖം നോക്കിയാൽ അറിയാം. കർമ്മത്തിൽ ബന്ധമുള്ളവൻ വേണ്ടാത്ത ആയാസം മുഴുവൻ എടുക്കും. ഒരു പ്ലാവില കുത്തിയാൽ അവനെയും 1000 പേരെയും അസ്വസ്ഥനാക്കും. അപ്പുറത്ത് കഞ്ഞി വെച്ചവൻ കിടക്കുന്നു, പാത്രം കഴിച്ചവൻ കിടക്കുന്നു, വിളമ്പിയവൻ കിടക്കുന്നു. അതിനൊക്കെ അപ്പുറം ആയാസം ഉണ്ടാക്കും ആ ഒരു പ്ലാവില കുത്തിയാൽ. മനസ്സിലായില്ല? അതിനപ്പുറത്ത് നൈഷ്കർമ്മ്യത്തിൽ ബന്ധമുള്ളവനിരിക്കുന്നു. ആ നൈഷ്കർമ്മ്യത്തിൽ ബന്ധം വന്നാൽ ഒന്നും ചെയ്യുന്നില്ല. അതിനോടങ്ങ് മമത കൂടിയിട്ട് ആ ബന്ധം ചെയ്യുന്നവൻ്റെ കരണങ്ങളെ മുഴുവൻ നശിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഒരു കർമ്മവും ചെയ്യാതിരിക്കുന്നതിൽ മമത വന്നവൻ, മമത വന്നാൽ പിന്നെ ഒന്നും ചെയ്യുന്ന പ്രശ്നമില്ല. പക്ഷെ ഇവനൊരു നരകം ഉണ്ടാക്കും. ചെയ്യുന്നവൻ്റെ ഏകാഗ്രതകളെയും ഇതിൻ്റെ ഇടപാടിൻ്റെ ഏകാഗ്രതകളെയും മാരണമായിരിക്കും. ഇവിടെ 2 സ്ഥലത്തും ബന്ധമാ പ്രശ്നം. മനസ്സിലായില്ല? നൈഷ്കർമ്മ്യവും കർമ്മവും അല്ല പ്രശ്നം. ചിലപ്പോൾ കർമ്മത്തിൽ, ചിലപ്പോൾ നൈഷ്കർമ്മ്യത്തിൽ ബന്ധമില്ലാതൊരുത്തൻ നിന്നാൽ അവൻ കർമ്മവേളയിലോ നൈഷ്കർമ്മ്യവേളയിലോ അസ്വസ്ഥനാകുന്നില്ലെന്നു മാത്രമല്ല, ആർക്കും അസ്വസ്ഥത പ്രദാനം ചെയ്യുന്നില്ല. വെറുതെ ഇരുന്നാൽ അവൻ വെറുതെ ഇരിക്കുക. മനസ്സിലായില്ല? ചെയ്താലും അവൻ വെറുതെ ഇരിക്കുക. പിടിയിട്ടില്ല? വെറുതെ ഇരുന്നാൽ അവൻ വെറുതെ ഇരിക്കുക. ചെയ്യുമ്പോൾ ചെയ്യുക എന്ന് പറയാൻ വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. മനസ്സിലായില്ല? വെറുതെ ഇരുന്നാൽ അവൻ വെറുതെ ഇരിക്കുക.
ചെയ്യുമ്പോൾ അവൻ വെറുതെ ഇരിക്കുക. മനസ്സിലായില്ല? ചെയ്തു എന്ന് ഒരാൾക്ക് പോലും തോന്നിയില്ല. അവന് കർമ്മത്തിലോ നൈഷ്കർമ്മ്യത്തിലോ ബന്ധമില്ല. പിടികിട്ടി? ഇങ്ങനൊരു തലമുണ്ട്. അഹം സംയോഗ അയോഗ വിരഹാത്. ഞാൻ ശരീരവുമായി സംയോഗമോ വിയോഗമോ ഇല്ലാത്തതിനാൽ. സംയോഗവും ഇല്ല, വിയോഗവും ഇല്ല. മറ്റത് സംയോഗ വിയോഗങ്ങളുടെ അസ്വാസ്ഥ്യമുണ്ട്. ഇല്ലാത്തതിനാൽ യഥാസുഖം, സുഖമായി ആസേ വസിക്കുന്നു. അപ്പം കർമ്മകരണം, കർമ്മത്യാഗം എന്നിവയിലുള്ള നിർബന്ധങ്ങൾ, കർമ്മം വേണം, കർമ്മം വേണ്ട എന്ന നിർബന്ധങ്ങൾ പുലർത്തുകയാൽ ബന്ധനം, അതിനുള്ള തീവ്രത പുലർത്തുകയാൽ ദേഹാഭിമാനയുക്തനായ യോഗിക്ക് ഉള്ളതാണിവ. കർമ്മകരണവും കർമ്മത്യാഗവും ദേഹാഭിമാനിക്കുള്ളതാണ്. ശരീരവുമായി സംയോഗമോ വിയോഗമോ ഇല്ലാത്തതിനാൽ. ശരീരവുമായി സംയോഗം വരുമ്പോൾ കർമ്മകരണം, ശരീരവുമായി വിയോഗം വരുമ്പോൾ നൈഷ്കർമ്മ്യം. മനസ്സിലായില്ല? ഇത് രണ്ടിലും ബന്ധം വന്നാൽ, ശരീരയോഗം ശരീര വിയോഗം എന്ന തലത്തിൽ മനസ്സ് നിന്നാൽ നൈഷ്കർമ്മ്യ കർമ്മങ്ങളിലുള്ള നിർബന്ധങ്ങളുണ്ടാവും. അതനുസരിച്ചുള്ള സുഖദുഃഖങ്ങളുണ്ടാവും. ശരീരവുമായി സംയോഗവുമില്ല വിയോഗവുമില്ലാതെ സ്വച്ഛന്തമായി നിന്നാൽ ഞാൻ അഹം സുഖമായി വാഴുന്നു. 5 സമയം എന്തായി? 9:20. കഴിച്ചിട്ടാകാം. അതിനൊക്കെ അടുത്തു വരും. വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അതിൻ്റെ അടുത്തേ വരുള്ളൂ. അടുത്തു വരും എന്ന് വിചാരിച്ചാൽ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ആ ടെൻസ് ടു എന്ന് പറയുന്നതും ഈക്വൽ ടു എന്ന് പറയുന്നതുമായി എത്ര ദൂരമുണ്ടോ അത്രയും ദൂരം ഇതിലും ഉണ്ടാവും. അതൊന്നല്ലെന്നാണ് ഞാനും പറഞ്ഞത്. അപ്പോൾ 5-ാം ശ്ലോകം മുതൽ കഴിഞ്ഞെടുക്കാം. നമ്മുടെ ക്ലാസ്